നമസ്കാരം. പോളിടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരമുണ്ട് രാഷേ. എന്തുണ്ട്? ഇലക്ഷൻ ഇനി എത്ര ദിവസമുണ്ട്? കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ ഉള്ളൂ. 3 ദിവസം ബാക്കിയുള്ളൂ അല്ലേ നമ്മുടെ മുന്നില്? അത് വോട്ടെടുപ്പിന് ഇനി പ്രചാരണത്തിന് തീർന്നില്ല. പ്രചരണം മറ്റന്നാള് വൈകുന്നേരം 4 മണിയോടുകൂടി അവസാനിക്കും. ഈ CPM യഥാർത്ഥത്തിൽ അവരുടെ ഈ ഇലക്ഷനിലെ ശത്രു ആരാണെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഈ ദിവസങ്ങളിൽ. കാരണം മുഖ്യമന്ത്രി വ്യാപകമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും, ആദ്യം രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, പിന്നീട് പ്രിയങ്ക വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും പ്രിയങ്ക ഗാന്ധിന്റെ ഭർത്താവിനെ കുറിച്ചൊക്കെ അവര് പറയുന്നത്. അപ്പൊ അത്രത്തോളൊക്കെ എനിക്ക് തോന്നിയത് പിണറായി ഏതാണ്ട് വിത്തെടുത്ത് കുത്തും പോലെയുള്ള കളി കളിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മോദിക്കെതിരെയാണോ സംസാരിക്കേണ്ടത്, രാഹുൽ ഗാന്ധിക്കെതിരെയാണോ സംസാരിക്കേണ്ടത് എന്നുള്ള ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് CPM. കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചത് അപകടാവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകാം. താൽക്കാലികമായ തെരഞ്ഞെടുപ്പിൽ ഈ താൽക്കാലികമായിട്ടുള്ള, അതായത് ഇവിടെ UDF-നാണല്ലോ എതിർക്കുന്നത്, LDF എതിർക്കുന്നത് UDF-നാണ് എന്നുള്ളതും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തി എന്നുള്ളത് ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് കേരള നിയമസഭയിലേക്ക് നടക്കുന്ന ഇലക്ഷൻ തെരഞ്ഞെടുപ്പല്ല. പലപ്പോഴും എനിക്ക് പിണറായിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഇത് കേരള നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ ആണോ എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചോ എന്നുള്ള രീതിയിലാണ്. ഗോവിന്ദ മാഷായാലും ശരി, EP ജയരാജനായാലും ശരി, ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെയും KC വേണുഗോപാലിനെതിരെയും പ്രിയങ്ക ഗാന്ധിക്കെതിരെയും മുരളീധരനെതിരെയൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി നിശ്ചയിച്ചിട്ടുള്ളതൊക്കെ പിണറായി പറയുന്നത്. ഇത് ഏത് തെരഞ്ഞെടുപ്പാണ് ഇത്? വല്ല മാത്രല്ല, ഇന്നലെ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് കെൽപ്പില്ല എന്നുള്ളതാണ്. ഒരു മുന്നണിയെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ കൊണ്ടുപോകാനോ അതിന് കെൽപ്പില്ല എന്നും അദ്ദേഹം അവിടുന്ന് ഒളിച്ചോടി വന്നു, പേടിച്ചോടി എന്നൊക്കെയല്ലാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന ഇപ്പല്ലല്ലോ, കഴിഞ്ഞ ടേമിൽ വയനാട്ടിൽ വന്ന് മത്സരിച്ചാണ്. സിറ്റിംഗ് MP ആണ് വയനാട്ടിൽ. സ്വാഭാവികമായിട്ട് സിറ്റിംഗ് MP-മാര് മൊത്തം മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ത്യ മുഴുവൻ ഭരിക്കുന്ന എല്ലാം കൽപ്പുള്ളവരാണല്ലോ. അതെ. അപ്പം അതൊക്കെ നിൽക്കട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് മുഖ്യ ശത്രു BJP ആണെന്ന് ഇപ്പോൾ പോലും പിണറായിക്ക് മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ CPM-ന് മനസ്സിലാവാത്തത് വലിയ വിഷയമുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ CPM-ന് അപകടമാണ്. അപ്പൊ ഈ മാത്രമല്ല, ഈ ദേശീയ തലത്തിൽ CPM-ന് എന്ത് പ്രസക്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പം CPM-ന്റെ ഒരു പരസ്യം പോകുന്നുണ്ട്, ശ്രദ്ധിച്ചവരല്ലേ? LDF-ന്റെ, അതായത് ദേശീയ തലത്തിൽ ഇടതുണ്ടെങ്കിൽ മാത്രമാണ് ഒരു മതേതര ബദൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സംഭവമുണ്ട്. ഈ മതേതര ബദൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 28 പാർട്ടികളുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കി ഇന്ത്യ മുന്നണി എന്ന് പേരിട്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ആരാണ്? സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധിയുടെ എല്ലാ പ്രാവശ്യം പിടിക്കുകയും മാത്രമല്ല, പശ്ചിമബംഗാളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, പശ്ചിമബംഗാളിൽ 2 സീറ്റ് മമത കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ലെന്നും CPM-നും കൂടി സീറ്റ് കൊടുക്കുമെങ്കിൽ മാത്രമേ കൂടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയും ബന്ധം മറ്റ് പല സ്റ്റേറ്റുകളിൽ ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹം പിണറായി വിജയൻ CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് ഒരു നേതാവല്ല, CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാളാണ്. അതായത് പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അവിടെ കോൺഗ്രസിന്റെ നേതാവും CPM-ന്റെ നേതാവും കൂടെ വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണ് ഇദ്ദേഹം ഇവിടെ എന്നിട്ട് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ പ്രസംഗിക്കും. അപ്പം കേരള ഘടകം എന്ന് പറയുന്നത്, CPM-ന്റെ കേരള ഘടകം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ചെയ്തോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഉണ്ടായത്. അല്ല, അങ്ങനെ ആണ്. ഇത്തരത്തിൽ കൊള്ളിയല്ലാത്ത ഒരാളാണ്, കഴിവില്ലാത്ത ആളാണ് രാഹുൽ ഗാന്ധി എങ്കിൽ ഒരു തൻ്റെ ഇടം കൂടെ, ഒരു ധൈര്യം കൂടെ പിണറായി കാണിക്കണം. അതായത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാവില്ല, അങ്ങനെ പ്രഖ്യാപിക്കാൻ. ഞങ്ങൾ മതേതര ബദൽ, ഈ പറഞ്ഞ പരസ്യത്തിൽ പറയുന്ന പോലെ ഞങ്ങൾ ഒരു മതേതര ബദലുമായി ഞങ്ങൾ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കും, ഒപ്പം ഞങ്ങളുടെ ചിഹ്നവും. അല്ലാതെ ഇതിന് അങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലില്ല, നിങ്ങളങ്ങ് കളിച്ചു എന്ന് പറയാനുള്ള ധൈര്യം കൂടെ ഇങ്ങനെ പറയുകയാണെങ്കിൽ കാണിക്കണം. അല്ലാതെ ഇത്രയൊക്കെ പറഞ്ഞു വെച്ചിട്ട് നാളെ ഇനി 20 സീറ്റ് CPM ജയിച്ചു എന്ന് വിചാരിക്കട്ടെ, ഇടതു മുന്നണി ജയിച്ചു എന്ന് വിചാരിക്കും. ഈ 20 പേരും കൂടെ പോയി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അവർക്ക്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ നേതാവ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു മന്ത്രിസഭയ്ക്ക് കൈവക്കാനാണെങ്കിൽ അതിൽ പരം നാണക്കേട് വേറൊന്നുമില്ലല്ലോ. അവിടെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള പാപ്പരത്വം കൂടിയാണ്. അതാ ഞാൻ പറഞ്ഞത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാണോ ഇവർ സംസാരിക്കുന്നത് എന്നുള്ളത് വലിയ വിഷയമുണ്ട്. അത് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ പിണറായി വിജയനും അതുപോലെ തന്നെ വിജയരാഘവനും ഒക്കെ ഗോവിന്ദ മാഷൊക്കെ ചേർന്നുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ, ഇപ്പോൾ വേറൊരു പോളിറ്റ് മെമ്പർ ഉള്ളത് MA ബേബിയാണ്. MA ബേബി അത്രയും ശക്തമായി കോൺഗ്രസിനെ ആക്രമിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എവിടെയും കേട്ടിട്ടില്ല.
പക്ഷേ ഇവർ മൂന്നുപേരും വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് കോൺഗ്രസിനെയും അതുപോലെ തന്നെ അവരുടെ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് അംഗീകരിക്കാമെങ്കിൽ പിന്നെ CPM എന്താ പക്ഷേ? അല്ല, അതാണ് ഓൾ ഇന്ത്യ തലത്തിൽ അങ്ങനെയാണെങ്കിൽ ഇത് പിന്മാറുകയും ഇപ്പോ ഒരുമിച്ച് മത്സരിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുന്നണികളിൽ നിന്ന് പിന്മാറുകയും കോൺഗ്രസുമായിട്ട് ഒരു ഐക്യം ഇല്ലെന്ന് പറയാനുള്ള ആർജവം ഇവർ കാണിക്കണം. അല്ലാതെ ഇവിടെ ഒരുമിച്ച് മത്സരിച്ച് അവിടെ പോയി ഒന്നിച്ച് നിൽക്കാൻ പോകുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്താൽ അത് ആത്യന്തികമായി ഈ ഇലക്ഷനിൽ എന്തൊക്കെ പറഞ്ഞാലും അത് ഇടതുമുന്നണിക്ക് ദോഷമാണ്. ഈ പിണറായി വിജയൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഈ രാഹുൽ ഗാന്ധിക്ക് എന്താണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര തിടുക്കം എന്നുള്ളതാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇത് പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം യഥാർത്ഥത്തിൽ രാഹുൽ തുടങ്ങി വെച്ചത് അതാ, രാഹുൽ മാത്രല്ല, രാഹുൽ ഗാന്ധി അല്ലല്ലോ കരിമണൽ കേസുമായി ബന്ധപ്പെട്ടുള്ള ടേക്കപ്പ് ചെയ്തത്. രാഹുൽ ഗാന്ധി അല്ലല്ലോ, കോൺഗ്രസ് അതിന്റെ ഒരു ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. വന്ന് മോദിയേക്കാൾ വലിയ ശത്രു രാഹുൽ ഗാന്ധി. അല്ല, രാഹുൽ ഗാന്ധി മാത്രല്ല, നിങ്ങളുടെ മുത്തശ്ശി ഉണ്ടല്ലോ, അവര് നമ്മളാ പണ്ട് ജയിലിൽ അടച്ചതാണല്ലോ. എത്ര കാലം? 1.5 വർഷക്കാലം. ഇങ്ങനെയുള്ള എന്തെല്ലാം കഥകളുണ്ട്. അല്ല രാജേ, ഈ പറയണ മുത്തശ്ശി ചെയ്ത അടിയന്തരാവസ്ഥക്കെതിരെ ആജീവനാന്തം പടപൊരുതിയ ആളുകള് ഒരുമിച്ച് കോൺഗ്രസിന്റെ കൊടിയും കെട്ടി മത്സരിക്കാണ്. അതാ, അവിടെയാണ് വിഷയം. എന്നിട്ട് ഇവിടെ മുത്തശ്ശിയെ കുറിച്ച് പറയേണ്ട കാര്യം എന്താ? ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെതിരെ ഉള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രം സഖ്യമില്ല, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സഖ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ദേശീയ നേതാക്കന്മാര് കുറച്ചൊക്കെ ഇതില് രാഷ്ട്രീയമായ പക്വത കാണിക്കേണ്ട ആവശ്യമുണ്ട്. അത് കാണിക്കാതെ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിണറായി പോയ എല്ലാ പ്രസംഗങ്ങളിലും രാഹുൽ ഗാന്ധിക്കെതിരെയും ഈ കോൺഗ്രസിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് സംബന്ധിച്ചത്. അതേസമയം ദേശീയ തലത്തിൽ ഇവർ ഇപ്പൊ പറയുന്ന ഇപ്പൊ ഈ പൗരത്വ ബില്ലും മറ്റ് സംഭവങ്ങളും, എന്തിനേറെ ഇപ്പൊ രാജസ്ഥാനിൽ ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം പോലും അതിരൂക്ഷമായ മുസ്ലിം വിരുദ്ധതയാണ് പറഞ്ഞത്. ഇതിനെതിരെ പോലും അതിരൂക്ഷമായി സംസാരിക്കാൻ ആരും റെഡിയല്ല, പിണറായി റെഡിയല്ല. പകരം രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നു പറയുമ്പോൾ ഇവിടെ പലരും പറയുന്നത് പോലെ തന്നെ BJPയുമായി കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ചില അന്തർധാരകൾ ഉണ്ടോ എന്ന് വീണ്ടും വീണ്ടും കേരളത്തിലെ ഓരോ വോട്ടർമാർക്കും സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ മോദി ഈ ഗ്യാരണ്ടി ഉറപ്പ് പറഞ്ഞ് ഇപ്പൊ അറപ്പാണല്ലോ. ഇന്നലത്തെ പ്രസംഗത്തോടുകൂടി ഒരു അടിസ്ഥാനം ഇല്ലാത്ത ഉറപ്പിന് വരെ അറപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സ്ഥാനത്ത് ഇന്ത്യയാണല്ലോ മുഖ്യ വിഷയം. അതിന് വളരെ വളരെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇത്തരത്തിൽ ശത്രു, ഞാനതാ പറഞ്ഞത്, ഇതിനുള്ള മറുപടി, യഥാർത്ഥ മറുപടി അതാണ്. ഞങ്ങളില്ലേ കൂട്ടത്തിൽ. ഈ അടിയന്തരാവസ്ഥയിൽ കിടന്ന അടികൊണ്ട് പിണറായി വിജയൻ ജയിലിൽ പോയി അവിടെ പറ്റി മർദ്ദനമേറ്റു എന്നൊക്കെ എല്ലാ പ്രസംഗത്തിലും കൊട്ടിഘോഷിക്കുന്ന ആള്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ആളുകളോട് പറയുന്ന ആള്, ആ ആള് തന്നെയാണ് അപ്പുറത്ത് പോയി ഒരുമിച്ച് മത്സരിക്കുന്ന പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇദ്ദേഹം. യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് 1.5 വർഷം ജയിലിൽ കിടന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ നന്ദി പറയേണ്ടതാണ്. കാരണം അതുകൊണ്ട് മാത്രം നേതാവുകയും 2 ടേം മുഖ്യമന്ത്രി ആവുകയും സമന്നതനായ നേതാവ്. പിന്നെ അടിയന്തരാവസ്ഥ നടന്ന കാലം എത്രയായി? ആ പഴയ കാലങ്ങളിൽ ഇപ്പൊ ബ്രണ്ണൻ കോളേജിൽ മറ്റേ കൈകൊണ്ട് ആക്ഷനും പറഞ്ഞ് നടക്കുന്ന ആ അതേ മാനസികാവസ്ഥയിലാണ് ഇതുള്ളത്. ഇതൊക്കെ കാലത്തിനനുസരിച്ച് പല തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടായിട്ട് രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള സഖ്യങ്ങളും ഇല്ലേ, ഒരുമിച്ച് നിന്നവർ പിന്നീട് രണ്ടാവുകയും പലതരത്തിലുള്ള സഖ്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് നമ്മൾ എന്തെല്ലാം കാഴ്ചകൾ, പല കാഴ്ചകൾ കണ്ടിട്ടും ഇതൊക്കെ മറക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാരണവശാലും ഇതിന്റെ കൂടെ നിൽക്കരുത്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോ നമ്മുടെ നരേന്ദ്രമോദി ഈ പറയുന്ന അദാനി അംബാനിമാരുടെ കൂടെയാണ്, അന്ന് ബിർളയുടെയും ടാറ്റയുടെയും കൂടെയാണെന്നും പറഞ്ഞായിരുന്നു സമരം. ടാറ്റ ബിർള ഗോയങ്കെ എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അതാ പറഞ്ഞേ. അപ്പൊ പിന്നെ എന്താ ഇതിന്റെ അകത്ത്? അപ്പൊ ഏത് ലോജിക്കിലാണ് ഇവർക്ക് യോജിക്കാൻ പറ്റുന്നത്? ഒരു സ്ഥലത്തും യോജിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണി വേണ്ട. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ മതേതരത്വവും ഇടത് ബദൽ, ദേശീയ തലത്തിൽ ഇടത് ബദൽ അത് നോക്കിയതാണല്ലോ, ഒരുപാട് പല ഇലക്ഷനിലും പറഞ്ഞ ഇടത് ബദൽ. അതുകൊണ്ട് ഭരണഘടനയും ജനാധിപത്യവും സോഷ്യലിസ്റ്റ് മൂല്യങ്ങളും വിപ്ലവവും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ബദലായിട്ട് നിൽക്കും. അതാണ് ഞങ്ങളുടെ പരിപാടി. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് കൂട്ടില്ല എന്ന് പറയണം ഇപ്പൊ. ഇപ്പൊ പറയണം. കാരണം നമ്മൾ 4 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ട് ഇവിടെ. ഈ 4 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും പോളിറ്റ് ബ്യൂറോയിൽ തന്നെ വേണമെങ്കിൽ ഇവർക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. കാരണം ഇവരിപ്പോ പിണറായി വിജയനും അതുപോലെ തന്നെ ഈ പറയുന്ന MA ബേബി, MV ഗോവിന്ദ മാഷി, അതുപോലെ തന്നെ വിജയരാഘവനൊക്കെ ചേർന്നുകൊണ്ട് ഈ പിന്നെ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം നമുക്ക് വലിയ അപകടം ചെയ്യുന്നു. ദേശീയ തലത്തിൽ പിന്നീട് CPMന് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ സഖ്യത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ നിൽക്കേണ്ടി വരും. അല്ല, അത് ചെയ്തൂടെ? ചെയ്യാം, എളുപ്പം. ഞാനത് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിൽ നാണക്കേടാണ് യഥാർത്ഥത്തിൽ. ഇതെല്ലാവരും കൂടെ വന്നിട്ട് അവിടെ പോയി ഇപ്പൊ ഇൻ കേസ് ഇന്ത്യ മുന്നണി ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇന്ത്യ മുന്നണി
കടന്നു വരുന്നു എന്ന് വിചാരിക്കും. ആ. എന്തായാലും ഇപ്പോഴത്തെ ഓപ്ഷൻ അനുസരിച്ച് രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി. അതെ, പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള കെൽപ്പില്ല എന്ന് പിണറായി വിജയൻ അതാ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കെൽപ്പില്ലാത്ത ഒരാൾക്ക് നാളെ ഇവരെങ്ങനെയാ കൈപൊക്കി കൊടുക്കുന്നത്? ഇത് യെച്ചൂരിയല്ലേ ആദ്യം പോയി കൈപൊക്കാൻ പോണേ? അതെ, ഇത് പുള്ളിക്കാരി ഇതിന് വേറൊരു വിഷയം എന്നറിയാം. ഇപ്പൊ ഈ CPM നിങ്ങൾ നോക്കൂ, CPM തൊടുന്ന എല്ലാ അബദ്ധങ്ങളാണ്. ഇപ്പം വടകരയിൽ സംഭവിച്ചത് എന്താണ്, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ട അല്ലെങ്കിൽ പോലും വടകരയിൽ എന്താ സംഭവിച്ചത്? ടീച്ചർ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അന്ന് പറഞ്ഞിരുന്നത്. നമ്മൾ ചർച്ച നടത്തിയാണ്, ഇത് ആര് നടത്തിയാൽ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട്. അശ്ലീല വീഡിയോ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. മോർഫ് ചെയ്ത് അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന് ആവർത്തിക്കുന്നുണ്ടല്ലോ. പക്ഷെ ടീച്ചർ ഇന്നലെ എന്താ പറഞ്ഞത്? അതെ, എന്താ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്കെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ല, സ്ത്രീപക്ഷവാദികൾ അല്ലെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിനെ രംഗത്ത് വരികയാണെങ്കിൽ ഇതേ തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്ന പോസ്റ്റുകൾ ഇതിലും ഭീകരമാണ്. അല്ല, ഇത് രമ്യ ആദ്യമായിട്ട് മത്സരിക്കാൻ വേണ്ടി വന്നപ്പോ അവർക്കെതിരെ ആദ്യം പറഞ്ഞ വിജയരാഘവനല്ലേ? വിജയരാഘവനാണ് ഈ രമ്യക്കെതിരെ. രമ്യ അവിടെ ജയിക്കാനുള്ള കാരണം പോലും എന്താണ്? വിജയരാഘവന്റെ അന്നത്തെ ഈ അധിക്ഷേപം. അതെ, അങ്ങനെയൊക്കെയുള്ള ഒരു CPM ചെയ്യുന്ന സമയത്ത് അത് വലിയ സംഭവം, അല്ലാത്തവർക്ക് വരുന്ന സമയത്ത് അത് വളരെ മോശമായ. ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്നറിയാം. ഇപ്പൊ വടകരയിലെ വിഷയം സംസാരിക്കുന്ന സമയത്ത് എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന വ്യാജ വാർത്തകൾ, അതായത് എതിർ സ്ഥാനാർത്ഥിയാണ് ഇവര്, ഇലക്ഷൻ ഏജന്റിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിനെതിരെയോ അല്ല പറഞ്ഞിരിക്കുന്നത്, നേരെ എതിർ സ്ഥാനാർത്ഥിയായി അവരൊരു പ്രയോഗം നടത്തി. ഇത്തരക്കാരായ ആളുകൾക്ക് നിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുന്ന, അപ്പം എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് തുല്യമാണ് അത്. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്നും അദ്ദേഹം മ്ലേച്ഛനാണെന്നും അദ്ദേഹം എനിക്കെതിരെ വ്യാജ വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു എന്നാണ് ടീച്ചർ പറഞ്ഞത്. അതിനൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കൃത്യമായ റിട്ടേൺ കംപ്ലൈന്റിൽ ഉള്ള അവർ ഒപ്പിട്ട് കൊടുത്ത പേപ്പറിലാണ്. ഇത് വ്യാജമാണ് എന്ന് തെളിഞ്ഞാലുള്ള കുഴപ്പമെന്നറിയാം. എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇനി ടീച്ചർ അവിടെ ജയിച്ചു തന്നെ വിചാരിക്കുക, ഒരു കേസിന് പോയി കഴിഞ്ഞാൽ ഇവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെടും. പിന്നെ മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക വ്യാജമായി ഉണ്ടാക്കി എന്നുള്ള പേരിൽ 7 വർഷം വരെ തടവ് കിട്ടാവുന്നൊരു ക്രിമിനൽ കുറ്റമാണ് ഇത് എന്നുള്ളതുകൊണ്ടാണ് ടീച്ചർക്ക് അത് നിയമോപദേശം കിട്ടിയത് കൊണ്ടാണ് ടീച്ചർ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വീഡിയോ ഇവിടെ നാളെ ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള യഥാർത്ഥത്തിൽ CPMന്റെ സ്ട്രാറ്റജിസ്റ്റ് ആരാണ്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇവരെ പറ്റിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നിയില്ല. എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൂടെ കടന്നുപോയി ഇവരെ പറ്റിച്ച് ഈ പത്തനംതിട്ടയിൽ അനിൽ ആന്റണീന്റെ അവസ്ഥയിലാണ് ഇപ്പൊ CPM മൊത്തത്തിൽ. എന്ത് പറയണം, എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു നിശ്ചയമില്ലാതെ വളരെ ബോറായി പോവുകയാണ്. ഇതിൽ പെട്ടുപോയ ആളുകളുണ്ട്. ആരാ? CPM സ്ഥാനാർത്ഥികൾ. അവരത്യാവശ്യം ഇപ്പൊ എനിക്ക് തോന്നുന്നു ആനി രാജയുടെ ഭൂരിപക്ഷം വീണ്ടും ഈ യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്രയും വോട്ട് കുറയ്ക്കാനുള്ള കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്രയും വോട്ട് ചിലപ്പോ ഇത്തവണ രാഹുൽ ഗാന്ധി കിട്ടിയേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അതിനൊന്നും മറികട കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഇപ്പൊ കിട്ടാനാണ് സാധ്യത. കാരണം എന്താ, ഒന്ന് അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി പോയിരിക്കുന്നത് കെ സുരേന്ദ്രൻ. അയാൾ അദ്ദേഹം ഗണപതി വട്ടത്ത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആനിയമ്മയാണെങ്കിൽ ആനിയമ്മ ഇത്തരത്തിലുള്ള CPMന്റെ ഈ കഠോരമായി ഇത്തരത്തിലുള്ള ഇത് കാരണം ആകെ ഭയന്നിരിക്കുന്നു. അപ്പൊ എന്താ അവസ്ഥ? ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിൽ എന്നെക്കാളും കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഞാൻ ഇവിടെ ഇന്ന് വരെ കണ്ടില്ല. ഇതിനെക്കണക്കെ എത്രയോ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇതുപോലെ സ്റ്റേഷൻ വിട്ടുപോയ കൈവിട്ടുപോയ ഇലക്ഷൻ പ്രചരണം ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല.